സബ്സ്ക്രിപ്ഷനൊന്നുമല്ലോ, പിന്നെന്താണ് അങ്ങനെ ഒരു ആംഗിളിലേക്കൊക്കെ രേണു പോകുന്നത്? ഏതായാലും രേണുവിനായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈംലൈറ്റ് കത്തി നിൽക്കുന്നത് രേണുവിൻ്റെ രണ്ട് വിഷയങ്ങളാണ്. വിഷയം നമ്പർ 1 രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ, വിഷയം നമ്പർ 2 രേണുവിൻ്റെ ലീക്കായ ചാറ്റ്. ഈ രണ്ട് വിഷയങ്ങളാണ് ഏറ്റവും കത്തി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എടുത്തിടാൻ പറ്റിയൊരു തോളാണ് AI തോള്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇതെല്ലാം ചെയ്തത്. എന്തുണ്ടെങ്കിലും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പ്രതിപക്ഷത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും തോന്നിയ ദിവസം ആര് കാണിച്ചാലും ഉടനെ പറയും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയും. ഇതിപ്പോൾ നടന്നു വരുന്നൊരു പ്രസ്ഥാനമാണ്. രേണുവിനോടൊപ്പം ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് അത് ഒന്നെങ്കിൽ AI വെച്ചുണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും മാനേജരോട് ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് രേണു പറഞ്ഞതിൻ്റെ ഒരു പ്രസക്ത ഭാഗം കേട്ടിട്ട് നമുക്ക് ബാക്കി വരാം. രേണു ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ അടുത്ത് നിന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികളായിട്ടുള്ള പ്രസ്താവനകളൊന്നും വരാതിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ രേണു രണ്ടാമതായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജ എന്തോ സംഭവമുണ്ട്, അതിശക്തോ അങ്ങനെ കണ്ടൊരു പടം, അതിശയമാണെന്ന് തോന്നുന്നു. ആ പടത്തിൻ്റെ പൂജാ സമയത്ത് വെച്ചിട്ട് മീഡിയക്കാർ, രേണുവിൻ്റെ മീഡിയ സുഹൃത്തുക്കളായ മീഡിയക്കാർ രേണുവിനെ വളയുകയും രേണുവിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും രേണു ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞൊരു ഉത്തരം ഞാൻ കേൾപ്പിക്കാം. സംസാരമുണ്ട്, രേണുവിനോട് ചാറ്റ് ചെയ്ത് രേണുവിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ടോക്ക് പൊതുവെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് രേണു? എന്ത് ചെയ്യിപ്പിക്കാന്നാ ചേട്ടാ? അല്ല, ഏത് രീതിയിലുള്ള രേണു? അതിനൊന്നും രേണുസുതിയെ കിട്ടത്തില്ലെന്ന് ഈ പറയുന്നവർക്ക് പറയും. മനസ്സിലായോ? ഈ പറയുന്നവർക്ക് പറയാം രേണുവിനെ അങ്ങനത്തെ പരിപാടിക്കൊന്നും കിട്ടത്തില്ല, രേണു കുടുംബത്തിൽ പിറന്ന പെണ്ണാന്നുള്ളതാണ് രേണു പറയുന്നത്. നമുക്കറിയത്തില്ല, എനിക്കറിയാൻ പാടില്ല രേണു പോയില്ലൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്കറിയാനും പാടില്ല. പക്ഷേ ഈ ചാറ്റ് കണ്ടപ്പോഴത്തേനും അതിനകത്ത് എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ പറയാൻ പോകുന്ന സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. ഒന്നെങ്കിൽ ഇത് AI ആണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റേറ്റ് പറഞ്ഞതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് ഊരിയ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കെ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ട് രണ്ട് സാധനങ്ങളാണ് ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്നത്. ഒന്ന് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ, 2 രേണുവിൻ്റെ ലീക്കായ ചാറ്റും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഒന്ന് രേണുവിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ, 2 രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, 3 ഒന്നുമില്ല അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ആ മൂന്നാമത്തെ ഗണത്തിനെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ജാസി. പൊന്നു സഖി എന്തിന് പെണ്ണുകമ്മിനോട് എന്തിന് ആ ജാസി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത് രേണു ചേച്ചിനെ പറയണ്ടല്ലോ, അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ അതെ രേണുവിന് ചാറ്റ് ചെയ്ത് ഓർമ്മയില്ല, സുധിച്ചേട്ടൻ്റെ മരണ ദിവസം ഓർമ്മയില്ല, പിള്ളേരുടെ ജനന ദിവസം ഓർമ്മയില്ല, രേണുവിൻ്റെ പേരോ ഓർമ്മയില്ല, രേണു ചാറ്റ് ചെയ്തത് ആരോടാണെന്ന് ഓർമ്മയില്ല, ചാറ്റ് ചെയ്ത ദിവസം ഓർമ്മയില്ല, രേണുവിന് ഇന്നത്തെ തീയതി അറിഞ്ഞൂടാ, ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് പോലും പാവം നമ്മുടെ രേണുവിന് അറിയത്തില്ല, ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് പോലും പാവം നമ്മുടെ രേണുവിന് അറിയത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രാവിലെയാണോ പകലാണോ എന്ന് വരെ രേണു മറന്നുപോയി. അത്രയ്ക്ക് ഓർമ്മക്കുറവുള്ള കൊച്ചാണ് രേണു, മനസ്സിലായോ? കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞാവുക ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെ ഉണ്ടാവുക. അതെ അങ്ങനെ തന്നെയാണ്, നമുക്ക് മീറ്റ് ചെയ്യാം കാണാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന് റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേനും കോണ്ടാക്ട് മൈ മാനേജർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പോൾ വായ സിനിമ ഇറങ്ങിയപ്പോൾ വായിൽ അവൻ്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. അപ്പോൾ അത് അവൻ കേൾക്കുന്നത് തന്നെയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതി. പക്ഷെ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അവൻ ചോദിച്ചത് നീ എന്തിനാ വരുന്നത് അവിടെ തന്നെ നിന്നാ വരുന്നത്, പക്ഷെ അവന് മനസ്സിലായത് നീ എന്തിനാ വരുന്നത് അവിടെ തന്നെ നിന്നാ വരുന്നത്. അങ്ങനെയല്ല, അത് കറക്റ്റ് എക്സാമ്പിൾ എന്താണെന്നറിയോ? നീ എന്തിനാ പഠിക്കുന്നേ, ഞാൻ ബികോം. അതല്ല ചോദിച്ചാ നീയൊക്കെ എന്തിനാ പഠിക്കുന്നേ, അത് ആ ഒരു സാധനമാണ് ചേച്ചി ഉദ്ദേശിച്ചത്. പക്ഷെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതായത് രേണു പറഞ്ഞതൊരർത്ഥവും മനസ്സിലാക്കിയത് മറ്റൊരർത്ഥവും. ഈ മറ്റൊരർത്ഥം അങ്ങനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇവരെല്ലാം ഒറ്റക്കെട്ട, ഇവർ ശ്രീലക്ഷ്മി, മറ്റേ ഇവരുടെ മാനേജർ,
ഇവരുടെ സ്വന്തം ചേച്ചിയായിട്ടുള്ള രേണു ചേച്ചി, ഇവരെല്ലാം ഒറ്റക്കെട്ട. അതുകൊണ്ട് എങ്ങനെ അടിച്ചാലും നെഞ്ചും പിരിച്ച് നിൽക്കും. അതാണ് ഇവരുടെ ഒരു പ്രകൃതം. ഇവരെല്ലാവരും അങ്ങനെയാണ്. എത്ര ചീത്തപ്പേരുണ്ടായാലും ഇവരുടെ തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വെടിവെക്കുന്ന ബുള്ളറ്റ് ഉണ്ടല്ലോ, ആ ബുള്ളറ്റ് ഇട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ തട്ടി പഴയ ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ പടത്തിലൊക്കെ പോലെ അവരുടെ ദേഹത്ത് തട്ടിട്ട് തിരിച്ചു വന്ന് വെടി വെച്ച് അവൻ്റെ ദേഹത്ത് കൊണ്ടുകൊള്ളും. അത്രയ്ക്ക് തൊലിക്കെട്ടി അവരുടെയൊക്കെ. അതുകൊണ്ട് ഇവരെങ്ങനെ പിടിച്ചു നിൽക്കും, കുഴപ്പമില്ല. അവന്റെ ഏട്ടൻ എന്താ പറഞ്ഞത്? നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി. അപ്പൊ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. രേണു അവർ ഉദ്ദേശിച്ചത് വേറെ ആയിപ്പോൾ അതാ, പക്ഷെ രേണു ഉദ്ദേശിച്ചത് കറക്റ്റാണ്. ഇപ്പം എന്നോട് രാവിലെ കടയിൽ പോകുമ്പോഴത്തേനും നമ്മളിപ്പോൾ കടക്കാരനോട് ചോദിക്കും, കടക്കാരൻ നമ്മളോട് ചോദിക്കും എന്താ വേണ്ടത്, അപ്പം നമ്മൾ പറയുന്നു 5 കിലോ അരി വേണമെന്ന്. കടക്കാരൻ പോയി 5 കിലോ അരി എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ പറയും ഇതെന്താണിത്, എനിക്ക് 5 കിലോ അരിയാണ് വേണ്ടത്. അരി എന്ന് പറഞ്ഞാൽ വെളുത്ത വായിലിട്ടാൽ മധുരിക്കുന്ന കാപ്പിക്കത്തൊക്കെ ഇട്ട് കലക്കി കുടിക്കുന്ന 5 കിലോ അരി. ആ ഒരു സെറ്റപ്പാണ് ഇവർ പറയുന്നത്. ഇവർ പഞ്ചസാര അരി എന്ന് പറഞ്ഞാൽ നമ്മളത് പഞ്ചസാരയാണെന്ന് മനസ്സിലാക്കി അരിക്ക് പകരം പഞ്ചസാര എടുത്ത് കൊടുത്തിട്ട് അരിയുടെ ബില്ലടിച്ചു വിടണം. മനസ്സിലായി? ബാക്കിയേക്കാം. പൊതുവെ മലയാളികൾക്ക് ഒരു സംശയമുണ്ട്. എനിക്കും ആ സംശയം ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മലയാളിയായിരുന്നു, ഇപ്പം മലയാളിയല്ല. പൊതുവേ ഫസ്റ്റ് മലയാളികൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ ജാസിക്ക് ആദ്യം അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ജാസി മലയാളിയായിട്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മലയാളി എന്നുള്ളത് മാറി എരപ്പാളിയായി മാറി. അപ്പോൾ ജാസിയുടെ ആ സംശയം അങ്ങ് മാറി കിട്ടി. ഒരാളെ കൂടെ ഡേറ്റ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മറ്റു രീതിയിലാണ്, സെക്സ് ആ രീതിയിലാണ്. അതല്ല ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോഫി ഡേറ്റ് ഉണ്ട്, നമുക്ക് ചുമ്മാ കറങ്ങാൻ വേണ്ടി പോവാം, മൂവി ഡേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാം ഡേറ്റ്. ഇതിനകത്ത് കോഫി ഡേറ്റിന് വരുന്നോ എന്നാണോ ചോദിച്ചത്? അല്ലെങ്കിൽ കോഫി ഡേറ്റിന് വരാം, അല്ലെങ്കിൽ മൂവി ഡേറ്റിന് വരാം, അല്ലെങ്കിൽ കറക്കൽ ഡേറ്റിന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ് എന്നൊരു വാക്കോ അല്ലെങ്കിൽ ഡേറ്റിംഗ് എന്നൊരു വാക്കോ അതിനകത്ത് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? നമ്മൾ താമസിക്കുന്ന മലയാളത്തിലാണ്, കേരളത്തിലാണ്. മലയാള ഭാഷയിലാണ് നമ്മൾ പലതും പറയുന്നത്. നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന മോശമായിട്ടൊരു സാധനമാണെന്ന് ചേച്ചി പറയുന്നത്. നമ്മൾ തമാശയ്ക്കൊക്കെ പറയും ജപ്പാനി അച്ഛനെ അളിയാന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നീ പോയി അളിയാന്ന് വിളിക്കുമെന്ന് ചോദിക്കുന്നതല്ലേ. നമ്മുടെ ഇവിടെ മലയാളികൾ ഇന്ന സാധനത്തിനെ ഇങ്ങനൊരു അർത്ഥത്തിലാണ് കാണുന്നതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ ഇപ്പം ഈ ചോദിച്ചവൻ ആ അർത്ഥത്തിൽ തന്നെയാണ് ചോദിച്ചെങ്കിലോ? രേണു ഇപ്പോൾ ഉത്തരം കൊടുത്തത് വേറെ അർത്ഥത്തിലാണെന്നാണ് ഇവരെല്ലാം ന്യായീകരിക്കുന്നത്. ഇവരെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഫ്രണ്ട്സ് മൂവിയുണ്ട്. ഫ്രണ്ട്സ് മൂവിക്കകത്ത് ഇവരെ എല്ലാം കൂടെ മറ്റേ കരിയോലിനകത്തിട്ട് ഉരുട്ടും ഈ ശ്രീനിവാസനൊക്കെ, എന്നിട്ട് ഇട്ടിട്ട് ഒരയ്ക്കും വെളുപ്പിക്കാൻ. അമ്മാതിരി ഒരക്കലാണ് ഇവർ വെളുപ്പിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സ്കില്ല് തന്നെ കേട്ടോ. എന്ന് പറയുമ്പോൾ എല്ലാം അതിലേക്കാണ് ആൾക്കാർ പോയിന്റ് ഇട്ട് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് കാണുന്നതിന് എത്രയാണ്, മീറ്റ് ചെയ്യുന്നതിന് എത്ര രൂപയാണ് ചോദിക്കുക. അപ്പോൾ അവർ ഒരു റേറ്റ് പറഞ്ഞ് ഉറപ്പിക്കും. മാനേജറെ വിളിച്ചിട്ട് ഒരു റേറ്റ് പറഞ്ഞ് ഉറപ്പിക്കും. റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇത് കോഫി ഡേറ്റ് ആണോ, അതോ ഇത് കറക്കൽ ഡേറ്റ് ആണോ, അതോ ഇത് മൂവി ഡേറ്റ് ആണോ, അതോ ഇത് മറ്റെന്തെങ്കിലും ഡേറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ നിങ്ങളൊക്കെ പൈസ കൊടുക്കാൻ. ഇനി നമുക്ക് പ്രിയങ്കയിലേക്ക് വരാം. നടിയായിട്ടുള്ള പ്രിയങ്ക സാമൂഹ്യ വിഷയങ്ങളിൽ വളരെ നന്നായി അഭിപ്രായം പറയുന്നൊരു വ്യക്തിയാണ്. ഇങ്ങനെ ശക്തമായുള്ള അഭിപ്രായം പറയുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും കയറിപ്പോവും. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രിയങ്ക അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങൾ നമുക്ക് 1-2 അഭിപ്രായം ഒന്ന് കേൾക്കാം. ചോദിക്കട്ടെ, നീ ഇവിടെ ഷോർട്സ് മാത്രം ഇട്ടുന്ന ആരെങ്കിലും നോക്കൂ? ഒരു പെൺകുട്ടി ഇവിടെ ഷോർട്സ് ഇട്ടുന്ന എല്ലാവരും നോക്കൂലേ? അത്രയൊക്കെ ഉള്ളൂ കാര്യം. മനസ്സിലായോ? പാട് വിടുമ്പോൾ മനസ്സിലാക്കാൻ കേട്ടോ. അതുകൊണ്ട് നീ സബ്സ്ക്രൈബ് കാണാൻ പോകണ്ട, മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ഒക്കോട്ടെ, ശരി, താങ്ക് യു. ഈ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്ന ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്ന, മെറ്റ കൊടുക്കുന്ന വളരെ നല്ലൊരു ഫീച്ചറാണ്. ഈ ഫീച്ചറിന് പലരും ഡിങ്കോൾഫിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൊടുത്ത അതിൻ്റെ ഒരു തന്മയത്വം തന്നെ അങ്ങ് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വസ്ത്രമഴിച്ച് മറ്റുള്ളവർ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണിക്കുന്ന ഒരു സാധനമാണ്. ബേസിക് ആയിട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ചിന്തിക്കുന്നത് ദമ്പടി കൊടുക്കുന്നതല്ലയോ കാണണം എന്ന് പറയും. ഈ കാണിക്കുന്ന ആളുകൾ ദമ്പടി വാങ്ങണേയല്ലയോ കാണിക്കാം, കണ്ടോ. ഈ ഒരു സാധനത്തിലേക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് മാറി. സബ്സ്ക്രിപ്ഷൻ അല്ല മെയിൻ, നമുക്ക് ചാറ്റൊക്കെയാണ് മെയിൻ. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. പ്രിയങ്ക പറയുന്ന ബാക്കിയും കൂടെ പോകുന്ന കേൾക്കാം. ആ കുട്ടികളൊക്കെ എന്തെല്ലാം കണ്ടന്റ് ഇട്ടിട്ടാണ് അവർ റീൽസ് ചെയ്ത് ആ കുട്ടികൾക്ക് ഇത്ര അവാർഡൊക്കെ കിട്ടുന്നത്. അതൊരു
ഇത് ഇവരെന്തൊരു ഒരു പരിപാടിക്ക് പോയേക്കുക. അവിടെ ഈ റീൽസ് താരങ്ങളൊക്കെ, അവിടെ നമ്മുടെ അപർണയൊക്കെ ഉണ്ടായിരുന്നു, അപർണ കേശാജി മറ്റേ ഡാൻസ് കളിക്കുന്ന വിളക്കു സുബൂജനുതി ചെല്ലോ ആ ഡാൻസ് കളിക്കുന്ന അവരൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല പരിപാടിയായിരുന്നു തോന്നുന്നു. ഇല്ലേ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ആൺപിള്ളേർ വല്ലതൊക്കെ കാണിച്ചിട്ടാണോ പെൺകുട്ടികൾ വല്ലതൊക്കെ കാണിച്ചിട്ടാണോ അവർക്ക് ഈ അവാർഡ് കിട്ടിയത്? അല്ലല്ലോ, മാന്യമായി ജോലി ചെയ്തിട്ട് കിട്ടിയതല്ലേ. അതാണ് വേണ്ടത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേ ജീവിക്കുന്നുള്ളത്, അങ്ങനെ ജീവിക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ വളരെ യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണ്. സബ്സ്ക്രൈബ് ചെയ്തേ ജീവിക്കൂ, ഇതാണ് എൻ്റെ സോഴ്സ് എന്ന് ചിന്തിച്ച് വെച്ചിരിക്കുന്ന വളരെ ദൃഢമായിട്ടൊരു ഹൃദയമാണ് അയാളുടെ. എന്ത് വില കൊടുത്തും അയാൾ ആ കുടുംബത്തിനെ നശിപ്പിക്കും, അല്ല അങ്ങനെയല്ലോ രക്ഷിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തൊരു മനസ്സാണ് അയാളുടെ. അയാളുടെ സബ്സ്ക്രിപ്ഷനിലേ ജീവിക്കൂ. പല ആൾക്കാർക്കും പലതരം കഴിവുകളുണ്ട്. അവർ ആ കഴിവുകൾ എക്സ്പോസ് ചെയ്തിട്ട് ആ ഒരു പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു അച്ചീവ്മെൻറ്റ് മേഖലയിലേക്ക് എത്തിച്ചേരാനോ ആഗ്രഹിക്കും. ചില ആൾക്കാർക്ക് ഇതാണ് കഴിവ്, സബ്സ്ക്രിപ്ഷനിലൂടെ കാണിക്കുക, ശേഷം അത് മറ്റ് സൈറ്റിലേക്ക് പോയി മൊത്തത്തിൽ കാണിക്കുക, അതിനുശേഷം പൈസ കൊടുത്തു കഴിഞ്ഞാൽ മിങ്കിൾ വിത്ത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് ആവുക. ഇതാണ് അവരവരുടെ കഴിവായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശഷ്കാണ് ഇവരുടെ മെയിൻ കഴിവായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കഴിവിലൂടെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഏതായാലും രേണു ഇപ്പോൾ ഒരുപാട് ഒതുങ്ങിയിട്ടുണ്ട്. നേരത്തെയൊക്കെ സോഷ്യൽ മീഡിയ കാണുമ്പോഴത്തേനും അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന രേണു ഇപ്പോൾ പഞ്ചപുച്ഛം അടക്കി മിണ്ടാതെ ഈ ചേട്ടാ സ്വർണത്തിന് വിലയില്ല ചേട്ടാ, ചേട്ടാ ചെരുപ്പിന് വിലയില്ല ചേട്ടാ, ഒന്നും പറയില്ല ചേട്ടാ, സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. നല്ല കാര്യമാണ്, നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. പക്ഷേ സബ്സ്ക്രിപ്ഷനിൽ ചറ വാരി ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. ദേശമൊക്കെ മാന്യതയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും രേണു ഒതുങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ബൈ.